ഈ സ്പാർക്കിൻ്റെ വേദിയിൽ ഞാൻ ചിലരെയൊക്കെ 2 തവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് വളരെ അപൂർവം, അത്യപൂർവമായിരിക്കും മൂന്നാമതൊരാൾ, അതായത് ഒരു വ്യക്തി മൂന്നാമത് ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്നത്. റീറ്റെയിൽ ഡാഡി. അങ്ങനെയാണ് റീറ്റെയിൽ ഡാഡി ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പൊട്ടി പാളിഷായി. 8 നില പൊട്ടി. എത്ര ലക്ഷം പോയി? ഏകദേശം 30 ലക്ഷം രൂപയോളം നമുക്കന്ന് നഷ്ടം വന്നായിരുന്നു ആ സമയത്ത്. സ്വർണം ഒരു ഡ്രോപ്പ് പോലും ഇല്ലാണ്ട് തീർന്നു. ലാസ്റ്റ് നമ്മളറിയാലോ, നമ്മൾ ലാസ്റ്റ് താലിമാല വരെ വിറ്റിട്ടാണ് നമ്മൾ രണ്ടാമതും പിന്നെ ബിസിനസ്സിൽ ക്ലച്ച് പിടിച്ച് കയറിയത്. നമ്മുടെ ഈ ഹിന്ദി, അന്നത്തെ ഹിന്ദി എന്ന് പറഞ്ഞാൽ മാക്സിമം മിസ്റ്റേക്കുകളാണല്ലോ. അപ്പൊ ഈ മിസ്റ്റേക്കുകൾ കാണാൻ വേണ്ടിയിട്ട് ഹിന്ദിക്കാരൊക്കെ കൂടി ഇരിക്കും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്കറ്റാണ്. ഇന്ന് നമുക്ക് ഏകദേശം 87,000 ആക്റ്റീവ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞ, ടു ബി ഹോണസ്റ്റ്ലി പറഞ്ഞ, നമ്മുടെ ഏറ്റവും ചെറിയ ഗ്രാമങ്ങളിൽ പോലും, നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ജീവിതത്തിൽ തിരിച്ചടി അറിഞ്ഞവരാണ് പിന്നീട് വിജയം കണ്ടിട്ടുള്ളത്. ചിലർ തിരിച്ചടികളുണ്ടാകുമ്പോൾ പതറാറുണ്ട്, പിൻവലിയാറുണ്ട്. ചിലരുണ്ട് ആ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംരംഭം തുടങ്ങി വിജയിക്കുന്നവർ. സ്പാർക്ക് സ്റ്റോറീസ് കോഫി വിത്ത് ഷമീം കണ്ട് നിരവധി പേർ സംരംഭത്തിലേക്ക് ഇറങ്ങിയതായി എനിക്കറിയാം. പലരും പല സ്ഥലത്ത് വെച്ച് എന്നെ കാണാറുണ്ട്. അവർ പറയാറുണ്ട് അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എന്നൊക്കെ. ഈ സ്പാർക്കിൻ്റെ വേദിയിൽ ഞാൻ ചിലരെയൊക്കെ 2 തവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ വിജയം അടുത്ത ലെവലിൽ എത്തിച്ച കഥ പറയാനാണ് അവർ സ്പാർക്കിൻ്റെ വേദിയിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ അത് വളരെ അപൂർവം, അത്യപൂർവമായിരിക്കും മൂന്നാമതൊരാൾ, അതായത് ഒരു വ്യക്തി മൂന്നാമത് ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്നത്. കാരണം അതിന് തക്കതായ കാരണം ഉണ്ടാവും. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു സംരംഭകൻ വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ട് അതിൽ നിന്ന് പിടിച്ചു കയറി ഇന്ന് സോഫ്റ്റ്വെയർ രംഗത്ത് വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിജയകഥ, നിങ്ങളൊരു സംരംഭകനോ സംരംഭം തുടങ്ങാനിരിക്കുന്ന ആളാണെങ്കിലും തീർച്ചയായും ഇൻ്റർവ്യൂ കാണുക. ഇതൊരു നല്ല പാഠപുസ്തകമായിരിക്കും. ഷിബിൻ, മൂന്നാമത്തെ, അതൊരു റെക്കോർഡാണ് സ്പാർക്ക് സ്റ്റോറീസിൻ്റെ ചരിത്രത്തിൽ. 3ാമത്തെ തവണ നമ്മളിത് വേദിയിൽ കണ്ടുമുട്ടുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ ചൈനയിൽ ഒരുമിച്ചൊരു യാത്ര കുറച്ച് നാൾ മുമ്പ് ചെയ്ത സമയത്താണ് ഞാൻ പറയുന്നത്, ഷിബിൻ, നിങ്ങളുടെ ഈ പുതിയ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് പ്രേക്ഷകരൊന്ന് എത്തിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇത്തിരി വൈകിട്ടാണെങ്കിലും ഇതാ നമുക്ക് വീണ്ടും ഇരിക്കാനായി. നമ്മുടെ പഴയ പ്രേക്ഷകർക്കൊക്കെ ഷിബിൻ വളരെ ഫെമിലിയർ ആണ്. അന്നത്തെ വീഡിയോസൊക്കെ വളരെ വൈറലായിരുന്നു. പുതിയ പ്രേക്ഷകർക്കായിട്ട് ഷിബിൻ്റെ നാട് എവിടെയാണ്? ഞാൻ വടയാർ, കോട്ടയം ജില്ലയിലാണത്. താങ്കളുടെ പഠനമൊക്കെ? നാട്ടകം പോളിടെക്നിക് കഴിഞ്ഞ് ജോലിയായിരുന്നു? നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് നാളുണ്ടായിരുന്നു. അതിനുശേഷം ഗൾഫിലും ഉണ്ടായിരുന്നു. പ്രവാസിയായി. അങ്ങനെ എത്ര കൊല്ലം പ്രവാസ ജീവിതം? 13 വർഷത്തോളം. 13 വർഷത്തോളം. എന്ത് മേഖലകളിലായിരുന്നു? ഞാൻ സിവിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, HVAC, പ്ലംബിംഗ്, ഫയർ ഫൈറ്റിംഗ്, അങ്ങനെയൊക്കെ ആയിരുന്നു. 13 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോരാൻ കാരണം എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതുപോലെ വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്ത് അവർക്കൊരു വയ്യാത്ത അവസ്ഥയിലാണ്. 55-60 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ നല്ല ജീവിതം എല്ലാം കഴിഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ നമുക്ക് നാട്ടിൽ തന്നെ സെറ്റാകണം എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞൊരു മോനായപ്പോഴാണ് എനിക്ക് മാക്സിമം നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയത്. അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു. സംരംഭം തുടങ്ങി. എന്താണ് തുടങ്ങിയത്? ആദ്യം ഞാൻ തുടങ്ങിയത് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം കുറേ സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ സെല്ല് ചെയ്യുക, ഓൾ ഓവർ ഇന്ത്യ സെല്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെയായിരുന്നു നമ്മുടെ തുടക്കം. അതെന്ത് സംഭവിച്ചു? അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പൊട്ടി പാളിഷായി. 8 നില പൊട്ടി. എത്ര ലക്ഷം പോയി? ഏകദേശം 30 ലക്ഷം രൂപയോളം നമുക്കന്ന് നഷ്ടം വന്നായിരുന്നു ആ സമയത്ത്. തുടങ്ങാനുള്ള പണം എവിടെ നിന്നാണ് കണ്ടെത്തിയത്? അത് നമ്മൾ ഇത്ര നാൾ ഗൾഫിൽ വർക്ക് ചെയ്ത പൈസയും കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നതെല്ലാം ഇതിൽ ആദ്യം തന്നെ അങ്ങ് പോയി തീർന്നു. ഭാര്യയുടെ സ്വർണ്ണമൊക്കെ പോയോ? സ്വർണം ഒരു ഡ്രോപ്പ് പോലും ഇല്ലാണ്ട് തീർന്നു. ലാസ്റ്റ് നമ്മളറിയാലോ, നമ്മൾ ലാസ്റ്റ് താലിമാല വരെ വിറ്റിട്ടാണ് നമ്മൾ രണ്ടാമതും പിന്നെ ബിസിനസ്സിൽ ക്ലച്ച് പിടിച്ച് കയറിയത്. അത് ശരി. അപ്പോൾ അത് കംപ്ലീറ്റ് പൈസ, നമ്മുടെ സമ്പാദ്യം, 13 കൊല്ലത്തെ സമ്പാദ്യം പോയി. അവസാനം സ്വർണം വരെ പണയം വെച്ചിട്ടുണ്ട് രണ്ടാമത്. പക്ഷെ എന്നാലും താങ്കൾ തിരിച്ച് ഗൾഫിലേക്ക് പോയില്ല? തിരിച്ച് ഗൾഫിലേക്ക് പോകാനായിട്ട് കുറേ ശ്രമിച്ചു. എന്തോ ഇത് വെച്ച് എനിക്ക് ജോലി കിട്ടാണ്ട് വന്നു. പല സ്ഥലത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. സത്യം പറഞ്ഞു അവരെ തിരിച്ച് സംരംഭത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആയി. ശരി. പിന്നീടാണ് ചരിത്രം. താങ്കൾ അടുത്ത ഒരു സംരംഭം തുടങ്ങി. എന്തായിരുന്നു അത്? അത് തന്നെ നമ്മൾ അതിനകത്ത് നമ്മൾ അന്ന് കൊണ്ടുവന്ന സാധനങ്ങളിൽ
ഒരു തെർമൽ പ്രിന്റർ എന്ന് പറഞ്ഞൊരു ചെറിയ ബിൽ പ്രിന്റർ ഉണ്ട്. അതായത് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബില്ലടിക്കുന്ന പ്രിന്റർ ഉണ്ട്, കുഞ്ഞു പ്രിന്റർ. അത് ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആമസോൺ വഴിയൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ മൂവ്മെന്റ് ആയി തുടങ്ങി. എനിക്ക് ആ സമയത്ത് തന്നെ ഒരു മാസം 600-700 പ്രിന്ററുകളൊക്കെ ഓർഡറുകൾ ആ സമയത്ത്. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെറുതെ വെച്ചേക്കായിരുന്നു. ഒരുപാടില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ഗോൾഡ് ഒക്കെ വിറ്റിട്ടാണ് നമ്മൾ പിന്നെയും ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ ആമസോണിൽ മൂവ് ആയി തുടങ്ങി. ബാക്കിയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇത് മാത്രം ഫോക്കസ് ചെയ്തു. വെരി ഗുഡ്. അത് പക്ഷേ ഭീകര മാർജിൻ ഒന്നുമില്ല. ഇല്ല, ചെറിയ മാർജിനേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ ടേൺ ഓവർ വന്നത് ആ സമയത്താണ് അടുത്തൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നത്. അടുത്ത തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ഈ പ്രിന്റർ മേടിക്കുന്ന ആൾക്കാർ ഈ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെയാണല്ലോ ഇത് വാങ്ങുന്നത്. അവിടുത്തെ സോഫ്റ്റ്വെയറുകൾ നമ്മളോട് ചോദിച്ചു തുടങ്ങി. അവർക്ക് സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. അപ്പം നമ്മളിൽ അന്ന് സോഫ്റ്റ്വെയർ ഇല്ല. ഞാനത് ആദ്യം ഇഗ്നോർ ചെയ്യുക ചെയ്തത്. പക്ഷെ അവിടെ നിന്നായിരുന്നു നമ്മുടെ ലൈഫിൽ ആദ്യത്തെ ട്വിസ്റ്റ്. ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇരുന്ന ഞാൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലേക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ സോഫ്റ്റ്വെയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലെ പല കമ്പനികളെ സമീപിച്ചിട്ട് അവിടുന്ന് സോഫ്റ്റ്വെയറുകൾ വാങ്ങിച്ചിട്ട് ഞാൻ കമ്മീഷൻ വ്യവസ്ഥയിൽ വിൽക്കുമായിരുന്നു. അത് എല്ലാവർക്കും സന്തോഷമായി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ നല്ല സർവീസുകൾ കിട്ടാണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ സ്വന്തമായിട്ട് പതിയെ ഡെവലപ്മെന്റുകൾ തുടങ്ങി. അന്ന് സ്ഥാപനത്തിന്റെ പേരിട്ടത് എന്താണ്? അന്ന് റെയിൻടെക് എന്നായിരുന്നു സ്ഥാപനം. റെയിൻടെക്കിന്റെ ജാതകം മാറുന്ന അവിടുന്നാണ് സോഫ്റ്റ്വെയർ. അതെ, കസ്റ്റമറാണ് ആ ഒരു വഴി കാണിച്ചിരുന്നത്. അങ്ങനെ കസ്റ്റമർ പറഞ്ഞ വഴിയേ പോയി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. അത് വളർച്ചയുടെ പാതയിലായി. നമ്മൾ ആദ്യ കഥ പറയുമ്പോൾ താങ്കളുടെ കൂടെ കുറച്ചു പേരാണെന്ന് ജോലി ചെയ്തിരുന്നത്. രണ്ടാമത് നമ്മൾ കൊച്ചി ഹോളിഡേ ഇൻ ഹോട്ടലിൽ, ഇന്നിപ്പോൾ സ്പാർക്കിൻ്റെ സ്റ്റുഡിയോയിലാണ്, അന്ന് ആ വേദിയിലിരിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 39-40 പേരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അന്നൊരു 30-35 ക്ലയൻസിനൊക്കെ സോഫ്റ്റ്വെയർ കൊടുത്തു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതാ മൂന്നാമത്തെ ഇന്റർവ്യൂവിൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് നമുക്ക് ഏകദേശം 87,000 ആക്റ്റീവ് കസ്റ്റമേഴ്സ് ഉണ്ട്. 87,000 ഇന്ത്യ പ്ലസ് എബ്രോഡ് എല്ലാം കൂടി ചേർത്തിട്ട്. വെരി ഗുഡ്. ആക്റ്റീവ് കസ്റ്റമേഴ്സ്. ഈ 40 എംപ്ലോയീസ് കൂടിയോ? ഇപ്പൊ 100-something എംപ്ലോയീസ് ആയി. 112 എംപ്ലോയീസോളം നമുക്ക് ഈ വടയാർ ഓഫീസിലുണ്ട്. ഇപ്പോൾ റെയിൻടെക്കിൽ 112 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു. 100 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തല ഉയർത്തി നടക്കാം, കാരണം നമ്മൾ സെഞ്ചുറി അടിച്ചു. അത്രയും പേരുടെ കുടുംബത്തിന് നമ്മളൊരു താങ്ങായല്ലോ എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ശിവൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ ജേണി എന്ന് പറയുന്നത്. ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിരുന്നു, താങ്കൾ ഒരു ബിസിനസ്സിൽ അതിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ഒരു റീറ്റെയിൽ അങ്ങനെ ഒരു സാധനമായിരുന്നു, അത് പിന്നീട് പല മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തു. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ 80ഓളം ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്നുണ്ട് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, ഗാർമെൻറ്റ്സ്, ബുട്ടിക് ഷോപ്പ്, പ്ലംബിംഗ് ഷോപ്പുകൾ, ഹാർഡ്വെയർ ഷോപ്പുകൾ, പെറ്റ് ഷോപ്പ്, അതുപോലെ ബാംഗിൾസ്, 1 ഗ്രാം ജ്വല്ലറി, 1 ഗ്രാം ഇങ്ങനെ ഇഷ്ടം പോലെ സെക്ടറുകളിൽ നമ്മളിപ്പോൾ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ പണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ പൈസ കൊടുത്ത് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇന്റേണൽ ടീമുണ്ട്, സോഫ്റ്റ്വെയർ ഇന്റേണൽ ടീമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ 112 പേരെന്ന് പറയുന്നത് ഇതാണ്, സെയിൽസും സർവീസും ഒക്കെ അടക്കമാണ്. എല്ലാം ഉണ്ട്. അപ്പം നമ്മളത് കേരളം മാത്രം പൊതുവേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത്തരം സംരംഭകർ, ഞാൻ കണ്ടിട്ടുള്ള സംരംഭകർ, ഒരു മലയാളി തുടങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് കേരളം. പക്ഷെ താങ്കൾ വളരെ വ്യത്യസ്തനാണ്. താങ്കൾ കേരള മാർക്കറ്റ് അല്ല കണ്ടത്. അതെ, താങ്കൾ പാൻ ഇന്ത്യ കണ്ടത്. അതെ, അതെന്തുകൊണ്ടാണ്? അതിന് ആദ്യത്തെ വഴിത്തിരിവ് ആമസോൺ തന്നെയാണ്. ആമസോണിൽ കൂടി സാധനങ്ങൾ വാങ്ങിച്ച ആൾക്കാരെല്ലാം നോർത്ത് ഇന്ത്യക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത്. ഇതിൻ്റെ ട്യൂട്ടോറിയലും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയത്. അതാണ് നോർത്തിലേക്ക് മാറാനുള്ള ഒരു കാരണം. പിന്നെ നോർത്തിൽ ഹിറ്റാകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹിന്ദി, അന്നത്തെ ഹിന്ദി എന്ന് പറഞ്ഞാൽ മാക്സിമം മിസ്റ്റേക്കുകളാണല്ലോ. താങ്കൾ ഈ സോഷ്യൽ മീഡിയ കയറിയിട്ട് ഹിന്ദിയിൽ ഡയലോഗ് അടിക്കുന്ന ഒരാളാണ്. അതെ. അപ്പോൾ താങ്കൾ പറയുന്നത് മുഴുവൻ പൊട്ടത്തെറ്റാ? അല്ല, ആദ്യ സമയങ്ങളിലൊക്കെ മാക്സിമം മിസ്റ്റേക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ കാണാൻ വേണ്ടിയിട്ട് ഹിന്ദിക്കാരൊക്കെ കൂടി ഇരിക്കും. നമ്മളാണെങ്കിലും ആരെങ്കിലും മലയാളം അറിയാത്ത ഒരാൾ മലയാളം പറയുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്കറ്റായി. ഈ അറിയാൻ പാടില്ലാത്ത ഹിന്ദി പറഞ്ഞ് നമ്മൾ നോർത്ത് ഇന്ത്യ മുഴുവൻ അങ്ങോട്ട് നല്ല രീതിയിൽ വൈറലായി. എന്താണ് ഈ തെറ്റൊക്കെ പറയുന്നത്? പൊട്ടത്തെറ്റൊക്കെ ഗ്രാമറിക്കൽ മിസ്റ്റേക്കുകളാണ്. ഇപ്പൊ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ പഠിച്ച കാരണം. അന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേരാത്ത പദങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചേർത്ത് വെക്കും. വായി തോന്നുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് കാണുന്നവർക്ക് ഒരു കൗതുകമാണ്. അപ്പൊ ആ സമയത്ത് അത് ഒരു ഹിറ്റായി. പക്ഷെ എന്നാൽ പോലും അവര് ക്രിറ്റിസൈസ് ചെയ്തിട്ടില്ല ആരും. വിളിച്ചതിന് ശേഷം അങ്ങനെയല്ല മോനെ പറയണ്ട, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ അങ്ങനെ ഉപദേശിക്കും. അല്ല, മോസ്റ്റ്ലി ഉപദേശിക്കാറുണ്ട്, ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. പക്ഷെ അതിലൂടെ കച്ചവടം നടക്കുകയായിരുന്നു. അതുപോലെ കച്ചവടം നടക്കുക, റിലേഷൻഷിപ്പ്.
ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് പ്രൊഡക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേഷൻഷിപ്പ്. ഈ വിളിക്കുന്ന ആൾക്കാരെല്ലാം സ്റ്റാഫിനെ വിളിക്കും, അതിനുശേഷം എന്നോട് വീഡിയോ കോൾ വിളിക്കും, ചുമ്മാ മൊബൈലിൽ കൊണ്ടുവന്ന് വാട്സാപ്പ് കോളോ വീഡിയോ കോൾ, ഞാൻ പറഞ്ഞ വീഡിയോ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു ട്രസ്റ്റ് ബിൽഡപ്പാണ്. അങ്ങനെ ആ പാൻ ഇന്ത്യ ലെവലിൽ ഇന്നിപ്പോൾ എവിടെയൊക്കെ ഈ സാധനം നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്? ഇന്ന് ഞാൻ പറഞ്ഞ ടു ബി ഹോണസ്റ്റ്ലി പറഞ്ഞ നമ്മുടെ ഏറ്റവും ചെറിയ ഗ്രാമങ്ങളിൽ പോലും, നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ട്. എത്ര സ്റ്റേറ്റുകളുണ്ടാവും? എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലത്ത് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയിൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഉണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് കൂടാതെ വിദേശത്തും ഉണ്ട്. ഏതൊക്കെ രാജ്യങ്ങൾ? വിദേശത്ത് നമ്മൾ സൗദിയിലായിരുന്നു ഏറ്റവും കൂടുതൽ. സൗദിയിൽ 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് ഒരു അപ്ഡേഷൻ വന്നായിരുന്നു, വലിയൊരു അപ്ഡേഷൻ. ആ സമയത്തൊക്കെ നല്ല രീതിയിൽ സൗദിയിൽ നമ്മൾ, പിന്നെ മിഡിൽ ഈസ്റ്റിലുണ്ട്. താങ്കൾ ഈ സോഫ്റ്റ്വെയറിലൊക്കെ വരുന്ന സമയത്താണോ നമ്മുടെ ഈ GST വരുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വളർച്ചയുടെ ഒരു വലിയൊരു പാതയായിരുന്നു. 2018-17 ആ സമയത്താണല്ലോ GSTയുടെ ഒരു വരവ്. അതിനു മുമ്പ് വാറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയ സമയമാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ പ്രസൻസ് കിട്ടി, ആൾക്കാർ വാങ്ങിച്ചു തുടങ്ങി, നമുക്ക് ഇഷ്ടംപോലെ ഓഡിയൻസിനെ കിട്ടി ആ സമയത്ത്. അവിടെയാണ് അടുത്ത ചോദ്യം. സാധാരണ താങ്കൾ എൻ്റെ ഈഗിൾ കോച്ചിങ് അറ്റൻഡ് ചെയ്ത ആളാണ്. നമുക്ക് 1600ഓളം പേരുണ്ട്. എൻ്റെ കോച്ചിങ്ങിൻ്റെ ഭാഗമായി ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, വളരെ പേഴ്സണൽ ബ്രാൻഡിങ്. ഇന്ന് ആരാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് പുറകിലിരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല, മുന്നിൽ വന്നതെന്ന് പറയേണ്ടി വരും, ഞാനാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പേഴ്സണൽ ബ്രാൻഡിങ്. അത് വളരെ നേരത്തെ തന്നെ താങ്കൾ തുടങ്ങിയ ഒരാളാണ്. പലർക്കും ഒരു തോന്നലുണ്ട് ഇതൊരു കോമാളിത്തരമാണ്. നമ്മൾ ബോച്ചെ എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളും അത് അംഗീകരിക്കുന്ന ആൾക്കാരും എന്നാൽ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. താങ്കളുടെ അഭിപ്രായത്തിൽ പേഴ്സണൽ ബ്രാൻഡിങ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബിസിനസ് മാത്രമല്ല, നമ്മളൊന്ന് വ്യക്തി എന്താണെന്ന് പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മളെവിടെയെങ്കിലും ട്രാവൽ പോകുന്നു, നമ്മൾ ഫാമിലി ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഫിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ നാച്ചുറലായിട്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ ഉള്ള സത്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെച്ച് കെട്ടിച്ച ഈ ഓവർ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യരുത്. അത് ജനങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു നാച്ചുറൽ വ്യക്തിനെ ഒരു വെച്ച് കെട്ടിയ ഒരു സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ നമ്മളെ ഇഗ്നോർ ചെയ്യും. നമ്മുടെ ജീവിതശൈലി, നമ്മൾ രാവിലെ സൈക്കിൾ ഓടുന്നതോ അല്ലാണ്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ടിരിക്കുന്നതോ ബിസിനസ് മാത്രമല്ല അവിടെ കാണിക്കുന്നതെന്നാണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അതിനോടൊപ്പം ബിസിനസ് സംസാരിക്കണം. ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റഡ് ആകും. ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കസ്റ്റമറുമായിട്ടുള്ള വിശ്വാസം, ട്രസ്റ്റ്. അപ്പോൾ താങ്കൾക്ക് നല്ല ഫോളോവേഴ്സ് വന്നു അതിൽ? അതെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷം കഷ്ടിയാകുന്നേ ഉള്ളൂ. 117K മറ്റേ ആകുന്നിരിക്കും, 137K, 137K. യൂട്യൂബിലും നല്ല ഫോളോവേഴ്സ് ഉണ്ട്. യൂട്യൂബിൽ നമ്മൾ 10 വർഷം ഓൾറെഡി കഴിഞ്ഞു. യൂട്യൂബിലും 1,60,000. അത് എക്സാക്ട്ലി ടാർഗറ്റ് ഓഡിയൻസ് ആണ് ബില്ലിംഗ് സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, എനിക്കൊക്കെ തോന്നുന്നു നമ്മളൊക്കെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു മുഖമുണ്ട്, ഒരു ശബ്ദമുണ്ട്. നമ്മുടെ പണ്ട് കാലത്ത് മിമിക്രിക്കാർ എന്താ പറയുക, അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറയുമ്പോൾ താങ്കളുടെ മനസ്സിൽ കേട്ടോ. ഇത് ഞാൻ ഈ അടുത്തൊരു വലിയ സദസ്സിൽ ഇത് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ചിരിയോടുകൂടി അറ്റ്ലസ് ജ്വല്ലറി എന്ന് പറഞ്ഞു, ആ മഹാനായ സംരംഭകനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞപ്പോൾ എത്രയോ പേരത് കളിയാക്കി. താങ്കൾക്കും ഒരു ശൈലിയുണ്ട്, താങ്കളുടെ ഒരു ബ്രാൻഡ്, ഒരു പഞ്ച് ഡയലോഗ് വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുമ്പോൾ അതൊന്നുകൂടെ കേൾക്കാൻ എനിക്ക് തോന്നും. കാരണം എനിക്കൊരു തമാശയായിട്ട് തോന്നാറുണ്ട്. ശരിക്കും റെയിൻടെക് എന്നാണ് സ്ഥാപനത്തിന്റെ പേരെങ്കിലും നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര് റീറ്റെയിൽ ഡാഡി എന്നാണ്. പക്ഷെ താങ്കൾ പറയുന്ന ഒരു ശൈലി വ്യത്യാസമുണ്ട്. റീറ്റെയിൽ ഡാഡി ഈ ഒരു സ്റ്റൈലിലാണ് പറയുന്നത് അല്ലേ? അപ്പൊ അതൊരു ഹുക്കാണ്. അതെ, അത് ശരിക്കും പറഞ്ഞാൽ പലർക്കും അത് പറയണമെന്ന് ഇങ്ങനെ ഇതേ സ്റ്റൈലിൽ പറയണമെന്ന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചില ആൾക്കാരൊക്കെ അവിടെ വരുമ്പോൾ പറയാൻ ശ്രമിക്കും, പക്ഷെ നോ, അത് കിട്ടില്ല. യെസ്, ഞാൻ ഇതായിട്ട് പറയില്ല, പല ക്ലയൻസും വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിക്കുമ്പം അതൊന്ന് പറഞ്ഞ് കേൾപ്പിക്കാവും. ഏത് റീറ്റെയിൽ ഡാഡി, അത് കേൾക്കാൻ വേണ്ടി മാത്രം ചില ആൾക്കാർ. അതോട് പറഞ്ഞോട്ടെ, നമ്മൾ ഒരുമിച്ച് എൻ്റെ ഈഗിളിലുള്ള 50 പേരുമായിട്ട് നമ്മൾ ചൈന ട്രിപ്പ് പോയത്. അതെ, ആ സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവർ ആർക്കും പലർക്കും ഷിബിൻ എന്ന പേര് അറിയത്തില്ല. റീറ്റെയിൽ ഡാഡി, ഇവർ തമ്മിൽ നമ്മുടെ റീറ്റെയിൽ ഡാഡി വണ്ടി കയറിയില്ലല്ലോ, റീറ്റെയിൽ ഡാഡി ഈ പേരാണ് താങ്കളെ വിളിക്കുന്നതല്ല. അതെ, താങ്കൾ അറിയപ്പെടുന്ന റീറ്റെയിൽ ഡാഡി. നമ്മുടെ വണ്ടിയുടെ പുറത്താണെങ്കിൽ എല്ലായിടത്തും നമ്മൾ റീറ്റെയിൽ ഡാഡി എന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതൊരു ഉഗ്രം ബ്രാൻഡിങ് ആണ്. കാരണം ജനങ്ങളുടെ മനസ്സിൽ ആ ബ്രാൻഡ് കയറുകയാണ്. അത് ഒരു ശൈലിയിലൂടെ താങ്കൾ നേടിയെടുത്ത ഒരു സാധനമാണ്. അതിലൊരു കോമാളിത്തരവും ഇല്ല എന്നാണ് താങ്കളുടെ വിശ്വാസം? അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ,
അതാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. അപ്പോൾ അത് ശരിക്കും സെയിൽസിനെ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയലോഗും അങ്ങനെയുള്ള ഈ ഒരു പഞ്ച് ഇതുമായിട്ട് വന്നിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഇന്ന് ഇന്ത്യയിലില്ല. ഈ റീറ്റെയിൽ ആയിട്ട് എന്നുള്ള പേര് വരാൻ തന്നെ ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റീൻടെക് എന്നാണുള്ള പേര്. ഞാൻ ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഗോവയിൽ പോയി. അപ്പോൾ ഇവിടെ കാസിനോ ഇഷ്ടംപോലെ ഉണ്ട്, കാസിനോ. അപ്പം ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ക്യാമറാമാനും ഒക്കെ ഉണ്ട്, അവരൊക്കെ ആയിട്ട് ഈ കാസിനോകളിൽ 1-2 കയറി. കാസിനോ കപ്പലാണ് ശരിക്കും പറഞ്ഞാൽ ഗോവയിൽ. അപ്പോൾ 1-2 കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നു. ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാസിനോ ഏതാണ്? അപ്പോൾ ഒരാൾ പറഞ്ഞു ബിഗ് ഡാഡി. അതൊരു ഭയങ്കര സംഭവമാണ് ബിഗ് ഡാഡി അവിടുത്തെ. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം നമ്മളെ ഓഫീസിൽ തിരിച്ചു വന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഓഫീസിൽ വന്നിട്ട് നമ്മുടെ ഏതൊരു ഹോസ്റ്റിങ്ങിൻ്റെ എന്തോ ഒരു സംഭവം, അതായത് ഈ ഡൊമൈനൊക്കെ ഹോസ്റ്റ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏത് ഹോസ്റ്റിംഗ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം 2 പ്രോഗ്രാമർമാർ എന്നോട് പറഞ്ഞു ഗോഡാഡി. അപ്പോൾ എനിക്കിതങ്ങ് ഹിറ്റായി. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു പേരിട്ടു, റീറ്റെയിൽ ഡാഡി. എന്നാൽ പിന്നെ ബിഗ് ഡാഡിയും ഗോ ഡാഡിയുടെ കൂടെ അത് ട്രേഡ് മാർക്ക് എല്ലാം അപ്രൂവ് ആകുന്നവരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഇവരങ്ങ് പബ്ലിഷ് ചെയ്തു. അങ്ങനെ അത് റീറ്റെയിൽ ഡാഡി. അങ്ങനെയാണ് റീറ്റെയിൽ ഡാഡി ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നത്. അതിനോടൊപ്പം ശിവനൊരു ഉപചോദ്യം, ഏത് സംരംഭത്തിൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ എംപ്ലോയീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. താങ്കളുടെ കൂടെ 112 പേര് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ചോദിക്കട്ടെ, എങ്ങനെയാണ് താങ്കൾ ഈ റീറ്റെയിൽ, അതായത് ഒരു റീറ്റെയിൽ ഡാഡി ഇത്രയും മനോഹരമായിട്ട് ആ എംപ്ലോയീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാരണം താങ്കൾ കൊച്ചി നഗരത്തിലല്ല, താങ്കൾ ഇത്തിരി ഉള്ളിലേക്കാണ് താങ്കളുടെ ബിസിനസ്സും, നല്ല ആൾക്കാരെ കണ്ടെത്തുന്നു. ഞാനത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. ഇതെങ്ങനെയാണ് ഇവർ റീറ്റെയിൻ ചെയ്യുന്നത്? ഇത് സിമ്പിൾ ട്രിക്കാണ്. ട്രിക്കൊന്നല്ല, നമ്മുടെ ഒരു പഞ്ച്വാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. 1-ാം തീയതി ശമ്പളം കൊടുക്കുക, കൃത്യമായിട്ട് സ്റ്റാഫിന് സാലറി കൊടുക്കുക, അവരുടെ PF ESI കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക, അവർക്ക് വല്ല കമ്മീഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ മാസവും കൊടുക്കുക. ഇത് ചെയ്താൽ തന്നെ പ്രൈമറി കാര്യങ്ങൾ ക്ലിയറായി. പിന്നെ പേഴ്സണൽ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക എംപ്ലോയീസിനെ. ഞാൻ ഇപ്പോൾ 10 വർഷമായിട്ട് ബിസിനസ് ചെയ്യാം. എൻ്റെ ഓഫീസിൽ നിന്ന് സാർ ചോദിച്ചു, ഏതെങ്കിലും ഒരു വ്യക്തിനെ എടാ പോടാ എടിന്ന് വിളിച്ചിട്ടുണ്ടോ? ഞാൻ നോ, ഒള്ളി പേര് മാത്രം. അതിനെ എന്നെക്കാളും മൂത്തവരാണെങ്കിൽ അവരെ, ഫോർ എക്സാമ്പിൾ എൻ്റെ രമണി ചേച്ചി എന്നൊക്കെ പറയുന്ന സ്റ്റാഫൊക്കെ ഉണ്ട്, രമണി ചേച്ചി അല്ലെങ്കിൽ അങ്ങനെ അവരുടെ പേര് മാത്രം. എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരെ ഞാൻ പേരെ വിളിക്കുള്ളൂ. അത് നമ്മൾ അവരെ റെസ്പെക്റ്റ് കൊടുക്കുക എംപ്ലോയീസിന്, അത്രേ ഉള്ളൂ. ഇത് ഇത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ ചെയ്യുമ്പോൾ സാറ് പറഞ്ഞില്ലേ നമ്മുടെ ഇവിടത്തിൽ 10-12 പേരെ ഉണ്ടായിരുന്നു. ആ എംപ്ലോയീസ് ഇന്നും നമ്മുടെ റെയിൻടെക്കിൻ്റെ ഓഫീസിലുണ്ട്, ആരും പോയിട്ടില്ല. താങ്കൾ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. ചേർത്ത് പിടിക്കും, അവർ എന്നെ ചേർത്ത് പിടിക്കുന്നുള്ളതാണ് തിരിച്ച് പറയാനുള്ളത്. അതൊരു വലിയ ഘടകം തന്നെയാണ്. ഈ സംരംഭക ജേണിയിൽ അടുത്ത ചോദ്യം, നമ്മൾ ജീവിതത്തിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൊമെൻറ്റ് വന്നു. അതെ, താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. നമ്മൾ ചൈനയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഒരു അഡ്വഞ്ചറായിരുന്നു വൻമതിൽ. അപ്പോൾ നമ്മൾ ആ വൻമതിൽ കാണാനായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഒരു നീണ്ട ക്യൂ. ഈ ക്യൂ കടന്ന് നമ്മൾ മുകളിലേക്ക് നടന്ന് കയറണം അല്ലേ? നമ്മൾ 50 പേരുണ്ട്. താങ്കൾ ഈ ആദ്യത്തെ ഇൻ്റർവ്യൂവിനൂടെ വന്നിരിക്കുമ്പോൾ താങ്കളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് എത്ര കിലോ ഉണ്ടായിരുന്നു? 121 കിലോ ഉണ്ടായിരുന്നു. 121. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അതിൽ വലിയ മോശമൊന്നും ആയിരുന്നില്ല. ഈ ചൈനയിൽ വരുമ്പോഴും ഏകദേശം ഇതേ രൂപമായിരുന്നു. അതിന് കാരണം സാറ് തന്നെയാണ്. സാർ അന്ന് അത്ര പേരുടെ മുമ്പിൽ വെച്ച് ഒരു ഇൻസൾട്ട്. ഞാനൊരു ഡയലോഗ് പറഞ്ഞു. അതായത് താങ്കൾ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ വരുന്നില്ല. ഞാൻ ചോദിച്ചത്, നമ്മൾ ഈ ഫ്ലൈറ്റും പിടിച്ച് ബീജിങ്ങിൽ വന്ന് ഈ വൻമതിൽ കയറാൻ നിൽക്കുമ്പോൾ നിങ്ങൾ പോകൃത്തം കാണിക്കരുത്. ഷിബിൻ വന്നില്ലെങ്കിൽ ഞാനും പറ്റില്ല. അങ്ങനെ നമുക്ക് 2 കൂടെ ഇവരൊക്കെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ ഗതികേട് കൊണ്ട് എൻ്റെ കൂടെ വന്ന് വരേണ്ടി വന്നു അല്ലേ? പക്ഷെ അവിടെ നിന്ന് ഈ മാറ്റം ഉൾക്കൊണ്ടു. അപ്പം അന്ന് നമ്മുടെ ആ ടീമിലുണ്ടായിരുന്ന എല്ലാവർക്കും, ഞാനൊരു ഭയങ്കര തടിയനാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കതങ്ങ് മാറ്റണം. അത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ആദ്യത്തെ ചലഞ്ച്. ഞാൻ ശരിക്കും ജിമ്മിൽ പോയി കഷ്ടപ്പെട്ടു. പക്ഷേ ജിമ്മ് ടു ബി ഹോണസ്റ്റ്ലി എനിക്ക് നല്ല റിസൾട്ട് തന്നില്ല. അതിനുശേഷം ന്യൂട്രീഷൻസിനെ കണ്ടു. ഞാൻ ഡയറ്റാണ് ശരിക്കും ഫോളോ ചെയ്യണത്. അത് നമ്മുടെ റൈസ്, ഗോതമ്പ്, അതുപോലെ തന്നെ റവ, മൈദ, വെളിച്ചെണ്ണ, പഞ്ചസാര, ഇത്ര സാധനങ്ങളങ്ങ് ഒഴിവാക്കി. അത് ഇപ്പം 7-8 മാസമാണ്. ഇപ്പം നമുക്ക് എനിക്ക് ഏകദേശം ഇപ്പം 23 കിലോളം
കുറഞ്ഞിട്ടുണ്ട്. 23 കിലോ കുറഞ്ഞു. താങ്കൾ അന്ന് വന്നിരുന്ന രൂപമല്ല ഇന്ന് ഇരുന്നത്. അതും ഒരു സംരംഭകന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം നമ്മുടെ ഹെൽത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ ഭയങ്കര കൺസിസ്റ്റൻസി ആൻഡ് ഡിസിഷൻ. അതുകൊണ്ട് താങ്കൾക്ക് എല്ലാവരുടെ നിന്ന് റെസ്പെക്ട് കിട്ടുകയുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും താങ്കളുടെ ഈ സ്ഥാപനം ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ തുടങ്ങിയതാണ്. അതെ. അതുകൊണ്ട് ഒതുങ്ങിയോ താങ്കളുടെ സ്വപ്നങ്ങൾ? അതുകൊണ്ട് ശരിക്കും ഒതുങ്ങിയില്ല. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ മേടിക്കുന്ന ആൾക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും നമ്മൾ ഈ സോഫ്റ്റ്വെയർ രംഗത്താണല്ലോ. ഒരുപാട് ആൾക്കാർ കസ്റ്റം സോഫ്റ്റ്വെയറുകൾക്ക് വേണ്ടി നമ്മളെ സമീപിച്ചു. അതായത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്നൊക്കെ പല എൻക്വയറീസ് വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്കതൊന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും തുടങ്ങിയോ? തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഇൻഫോ പാർക്കിൽ 2 ഓഫീസുണ്ട്. വെരി ഗുഡ്. അപ്പോൾ അതാണ് പുതിയ വിശേഷങ്ങൾ. അതെ, 2 ഓഫീസാണ് ഇൻഫോ പാർക്കിലുള്ളത്. ഒന്ന് കാക്കനാടും ഉണ്ട്, ഒന്ന് പുതിയ ഇൻഫോ പാർക്കിലും ഉണ്ട് നമ്മുടെ ഓഫീസ്. അവിടെ എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇപ്പം നമുക്ക് അവിടെ കാക്കനാട് ഓഫീസിൽ ഇപ്പോൾ 12 സ്റ്റാഫ് ഉണ്ട്. അവിടെ ഇവിടെയും 9 പേരോളം ഉണ്ട് ഇപ്പം. ഓക്കെ. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കസ്റ്റം മെയ്ഡ് സോഫ്റ്റ്വെയറുകളാണ്. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ, ടൂറിസം, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സിൻ്റെ സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ഡിവൈസസുകളുണ്ട്, ഹോസ്പിറ്റൽ മെഷീനറീസ്. അപ്പോൾ അതിന് കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഇത് എവിടെയൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി താങ്കൾ? ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്യുന്നുണ്ട്. കാലിഫോർണിയൻ 1-2 കസ്റ്റമേഴ്സുണ്ട്. കാനഡയിൽ ഒരു കസ്റ്റമറുണ്ട്. അത് ശരി. അപ്പോൾ റീറ്റെയിൽ ഡാഡി ഇപ്പോൾ ഇന്റർനാഷണൽ ഡാഡിയാണ്. അതായത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ഓർഡേഴ്സ് വന്നു തുടങ്ങി. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഒരു ഹെവി വലിയ ഓർഡറുകളൊന്നും അല്ല, എന്നാൽ പോലും അത്യാവശ്യം ലോകത്ത് ആർക്ക് വേണം എന്ത് ഇൻഡസ്ട്രിയിൽ ഏത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ടീം താങ്കൾക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലും നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്. അതെനിക്ക് ഇൻഫോ പാർക്കിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ഓർഡറുകൾ കിട്ടി തുടങ്ങിയത്. ഓക്കെ, അതൊരു വലിയ മാറ്റം മാറ്റമായിരുന്നു. അതിനോടൊപ്പം തന്നെ താങ്കൾ വെബ്സൈറ്റുകൾക്ക് വേണ്ടിയിട്ടും, അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ ലോകത്തിൽ നമ്മളൊരു ബിസിനസ് നടത്തും, നമുക്ക് പറ്റിയൊരു തീം അല്ലെങ്കിൽ ഒരു ഡിസൈൻ വെബ്സൈറ്റ് നമുക്ക് ഒന്ന് കാണണ്ടേ? അതെ, തീർച്ചയായിട്ടും. അപ്പം പല ആൾക്കാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് ഉണ്ടാക്കി അതുപോലെ ജസ്റ്റ് തട്ടിക്കൂട്ടി വെക്കുക ചെയ്യാറ്. പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങനെ പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോൾ ഏകദേശം 80-84 കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് തീംസുകൾ നമ്മൾ പ്രീ സെറ്റായിട്ട് വെക്കുക. അത് 1-2 അല്ല, നമ്മളിപ്പോൾ നിലവിൽ ഏകദേശം 600-ലധികം തീംസുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഓക്കെ. എൻ്റെ ടാർഗറ്റ് 3000-ൽ എത്തിക്കുക എന്നുള്ളതാണ്. 3000-ലധികം തീംസുകൾ. അപ്പോൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരാൾ, അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ ഒരു 10-30 സൈറ്റുകൾ ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാം. വെരി ഗുഡ്. അവർ 3 to 4 ഡേയ്സിനകം നമുക്കത് ബിൽഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി അവർക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്? വെബ്സൈറ്റിൻ്റെ ഒരു വെർട്ടിക്കൽ പ്രത്യേകമുണ്ട്. ഓക്കെ. അപ്പോൾ അതിനെന്താ പേരിട്ടിരിക്കുന്നത്? അത് ഡാഡി തീംസ് എന്നാണ് ആ സൈറ്റ്. ഡാഡി വിടില്ല നമ്മൾ. ഇല്ല, DaddyThemes.com. DaddyThemes.com. അപ്പോൾ അതിൽ ഇപ്പോൾ എത്ര ഡിസൈൻസ് ഉണ്ട്? ഇപ്പോൾ ഏകദേശം കറൻ്റ്ലി 600 ഡിസൈൻസ് ഉണ്ട്. അത് എത്ര ഡിസൈൻ? ഞാനത് ഈ വരുന്ന ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് എൻഡോട് കൂടി അതൊരു 2000-ലേക്കൊക്കെ എത്തിക്കണം നമുക്ക്. അതൊക്കെയാണ് വളരെ ഒരു വലിയ നമ്പറായി. യെസ്. നമ്മൾ വേറെ കയറുക, തീം ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് പറ്റിയ അല്ല നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ എന്തും ആവാം, സ്റ്റൈൽ അറിയാം. ഇഷ്ടം. അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പേരാണല്ലോ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ iPhone 17 Pro Max നമ്മൾ പേരിട്ടു. ഇതിൻ്റെ ഇമേജ് ഈ വെബ്സൈറ്റ് തന്നെ കൊണ്ടിട്ടുള്ളൂ, നമ്മളായിട്ട് അപ്ലോഡ് ചെയ്യണ്ട. ഓക്കെ. AI ആണ്. ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ കളർ, സൈസ്, മറ്റേ കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സൈസും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ വെയിറ്റ്, ഡയമെൻഷൻ, ഇതെല്ലാം AI. ഫുൾ ആൻഡ് ഫുള്ള് വെബ്സൈറ്റ് ഒറ്റ പേരിട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റ് കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യും. അതാണ് ടെക്നോളജി. മൾട്ടിപ്പിൾ ഇമേജസിൻ്റെ ഹൈ ക്വാളിറ്റി ജെമിനി API ടെക്നോളജി എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത്. ശിവൻ, വളരെ യാദൃശികമായിട്ടാണ് താങ്കൾ സോഫ്റ്റ്വെയർ രംഗത്തേക്ക് തന്നെ വരുന്നത്, അല്ലേ? ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ റെയിൻടെക്കിൻ്റെയും റീറ്റെയിൽ ഡാഡിയുടെയും വിജയം, അതിൻ്റെ പിന്നിൽ എന്താണ്? വിജയത്തിൻ്റെ പിന്നിൽ നമ്മുടെ കസ്റ്റമറുമായിട്ടുള്ള വിശ്വാസമാണ് ഏറ്റവും. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ കൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ബെസ്റ്റ് റിലേഷൻ, നോട്ട് ഓൺലി കസ്റ്റമർ, നമ്മുടെ എംപ്ലോയീസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. പിന്നെ വിജയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് കണക്റ്റിംഗ് പീപ്പിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സാറുമായിട്ട് കണക്ട് ചെയ്തു,
നമ്മൾ ഒരുപാട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കഴിവുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ വിജയം. നമുക്ക് ഒറ്റക്കൊന്നും ഒരിക്കലും വിജയിക്കാൻ പറ്റത്തില്ല. അതുകൂടാതെ തന്നെ നമ്മൾ റവല്യൂഷണറി ആയിട്ടുള്ള ടെക്നോളജീസ്, അതായത് എനിക്കൊരിക്കലും ഉണ്ടല്ലോ ഇത് മതി, നമുക്ക് ഇത് വെച്ച് അങ്ങ് സെയിൽ ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. ഇനി ഇതിൽ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാം, ഏത് നൂതന സാങ്കേതികവിദ്യ ആഡ് ചെയ്യാം, അതിനകത്ത് ഞാൻ പൈസ നോക്കാറില്ല, നമുക്കത് വേണം എന്നുള്ള. ഇപ്പോൾ ഈവൻ എക്സാമ്പിൾ, നമ്മുടെ റീറ്റെയിൽ ആയിട്ട് ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത്, സാധാരണ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്തൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യണം അല്ലേ, ആ ബില്ല് സപ്ലയർ തരുന്ന ബില്ല്. ഇതത് വേണ്ട, ജസ്റ്റ് ആ സപ്ലയർ എന്ന ബില്ല് ഫോട്ടോ എടുക്കുക, റീറ്റെയിൽ അടിക്കകത്തേക്ക് അപ്ലോഡ് ചെയ്യുക പർച്ചേസ് സെൻറ്ററിലേക്ക്, അത് അവിടെ നിന്ന് എഴുതിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ള്. ആ ബില്ല് എങ്ങനെയാണ് അതുപോലെ തന്നെ. അത് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇട്ട് കൊടുക്കുക, സേവ് ചെയ്യുക, കഴിഞ്ഞു. എത്ര 2 മിനിറ്റ് കൊണ്ട് കാര്യം നടക്കും. മറ്റേ ചിലപ്പം 4 മണിക്കൂർ 5 മണിക്കൂർ നമ്മൾ കുത്തിയിരുന്ന ടൈപ്പ് ലേറ്റസ്റ്റ് ഇന്നോവേഷൻ. ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ടെക്നോളജി ഇല്ല. പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ റീറ്റെയിൽ ഡയറിയുടെ വിജയം അല്ലെങ്കിൽ റേറ്റക്കിൻ്റെ വിജയം അതാണ്. നിങ്ങൾ അപ്ഡേറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ അപ്ഡേഷൻ നോളജ് മാത്രം പറയും, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അപ്ഡേറ്റ്സ്. അതായത് ഇന്ന് പലരും പറയും AI ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ട്, പക്ഷേ എത്ര പേര് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്? അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നോളജ് ഈസ് പവർ. തീർച്ചയായിട്ടും. ഷിബിൻ, നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്കറിയാം താങ്കളുടെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയ കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇത്തവണ അത് പറഞ്ഞു, ഭാര്യ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ, എന്താണത്? അത് ഹെർബൽ പ്രൊഡക്ട്സുകളാണ്, റെയിൻടെക് ഹെർബൽസ് എന്നാണ് അതിൻ്റെ പേര്. അതുകൂടാതെ തന്നെ ആമസോണിലാണ് എൻ്റെ മെയിൻ പ്ലാറ്റ്ഫോം. അതുകൂടാണ്ട് ആമസോൺ കൺസൾട്ടൻസി സർവീസും ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു പുതിയ സംരംഭകന് ആമസോണിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ പേജ് ക്രിയേഷനും ലിസ്റ്റിങ്ങും അതിൻ്റെ അക്കൗണ്ട് മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതിനകത്ത്. റെയിൻടെക് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ പ്ലെയറായി. അതെ, നിങ്ങൾ പണ്ട് ചെറിയൊരു ഹാർഡ്വെയർ ആയിരുന്നു, അതെ, അതിൽ നിന്ന് സോഫ്റ്റ്വെയറിലേക്ക് വന്നു, അതെ, സോഫ്റ്റ്വെയറിൽ നിന്ന് പല ഇൻഡസ്ട്രിയിലോട്ട് പടർന്നു. ഇപ്പോൾ മറ്റുള്ളവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കാനുള്ള കേപ്പബിലിറ്റി വരെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഭാവി സ്വപ്നങ്ങൾ വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ 2026 അതെ, ഫെബ്രുവരി മാസം. 2030 നമ്മൾ ഇനി ഒരു ഇൻ്റർവ്യൂ ചെയ്യും ഇവിടെ വെച്ച് തന്നെ. ആ സമയത്ത് കൊച്ചിയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ആയി മാറും റെയിൻടെക്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ലീഡിങ് കമ്പനിയായിട്ട് മാറും. അറ്റ്ലീസ്റ്റ് ഒരു 5,000 എംപ്ലോയീസിനെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം എക്സലൻറ്റ് ഉണ്ടാക്കിയിരിക്കും 100%. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ളവർക്കറിയാം നമുക്ക് അന്ന് എത്ര എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കമ്മിറ്റ് ചെയ്തു, നമുക്ക് എത്ര കമ്മിറ്റ് ചെയ്തു. ബട്ട് ടു ബി ഹോണസ്റ്റ്ലി ഇന്ന് എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും, ഒരു 5,000 എംപ്ലോയീസിനെങ്കിലും നമുക്ക് കേരളത്തിൽ നിന്നൊരു നല്ല ബ്രാൻഡ്, ഒരു നാഷണൽ ബ്രാൻഡ് യെസ് അതുണ്ടാക്കിയിരിക്കും. നല്ല കോൺഫിഡൻ്റ് ആണ്. ബട്ട് പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ബെസ്റ്റ് പ്രൊഡക്റ്റ്, ബെസ്റ്റ് സർവീസ്, ബെസ്റ്റ് പ്രൈസ്, അതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ആ റീറ്റെയിൽ ഡാഡി കേട്ടിട്ട് അവസാനിപ്പിക്കുക. യെസ്, റീറ്റെയിൽ ഡാഡി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ കേട്ടു ഷിബിൻ റെയിൻടെക്. അദ്ദേഹത്തിൻ്റെ റീറ്റെയിൽ ഡാഡി ആ ഒരു ഈണത്തിൽ കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. വളരെ ചെറിയ രീതിയിലാണ് അദ്ദേഹം തുടങ്ങിയത്. അദ്ദേഹം 13 വർഷം പ്രവാസിയായിരുന്നു. നാട്ടിൽ വന്ന്, എൻ്റെ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം, നാട്ടിൽ വന്ന് അദ്ദേഹം ചെറിയ ഒരു സംരംഭം തുടങ്ങിയെങ്കിലും അത് അമ്പേ പരാജയപ്പെട്ടു. 30 ലക്ഷം കടം വന്നു. ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ച് അദ്ദേഹം വീണ്ടും തുടങ്ങി. എവിടെയെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങുന്നവർക്ക് ഇതുപോലെ നിർത്തിപ്പോവാതെ പൊരുതുന്നവർക്ക് ദൈവം ഒരു കച്ചിത്തിരുമ്പ് കൊടുക്കും. അത് സോഫ്റ്റ്വെയറിൻ്റെ രൂപത്തിലാണ്. പക്ഷെ അന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്രയധികം വളരുമെന്ന്. 87,000 കസ്റ്റമർ, അതും ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ കൂടുതലാണെന്ന് മനസ്സിലാക്കണം. അത് പുറം രാജ്യങ്ങളിൽ വരെ അദ്ദേഹത്തിന് കസ്റ്റമേഴ്സ് ഉണ്ട്. വലിയ അപ്ഡേറ്റുമായിട്ടാണ് ഷിബിൻ നമ്മുടെ മുന്നിലെത്തിയത്. ഇന്ന് 112ഓളം പേര് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലും വേറെ 10-20 പേര് ഇൻഫോ പാർക്കിൽ ഇരുന്നൊക്കെ ജോലി ചെയ്യാണ്. 3 സ്ഥാപനങ്ങളായി അദ്ദേഹത്തിന്. വളർച്ചയുടെ പാതയിലാണ്. അദ്ദേഹം സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണ്. ഈ ഓരോ സ്വപ്നം കാണുമ്പോഴും എന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. 3-ാം തവണയാണ് എന്നോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, 4-ാം തവണയും വരും. സർവേശ്വരൻ അതിനൊരു അനുഗ്രഹം തരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇത്തരം സംരംഭങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. ഇതുമൂലം നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാവട്ടെ. സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഒരു സംരംഭം. അത്തരം പല പ്രോബ്ലംസുമാണ് ഈ സോഫ്റ്റ്വെയറിലൂടെ ഷിബിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരും ചേർന്ന് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിബിൻ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്ക് യു സർ. താങ്കൾ വലിപ്പം കൊണ്ട് ചെറുതായും എന്നാൽ താങ്കളുടെ ബിസിനസ് കൊണ്ട് വലിപ്പം കൂടി വരികയുമാണ്. ആ വലിപ്പം ഇനിയും കൂടട്ടെ.
താങ്കൾ കണ്ട ആഗ്രഹങ്ങളൊക്കെ പൂവണിയട്ടെ. ഇനിയും സർവേശ്വരൻ നമുക്കൊരു ഇതുപോലൊരു അവസരം തരട്ടെ. നമുക്ക് ഇതേ ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് 2030 പുതിയ വിശേഷങ്ങൾ സംസാരിക്കാനാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അതൊരു റെക്കോർഡാവട്ടെ 4ാമത്തെ ഇൻ്റർവ്യൂ. അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ 1600-ൽ പരം വരുന്ന ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.